എന്താ പരിപാടി രാവിലെ? നമ്മളൊരു സംഭവം തന്നെ അല്ലേ? പിന്നെ അല്ലേ, പിന്നെ ആർക്കും അറിയാത്ത. കൊച്ചുറങ്ങി. എന്ത് നേരത്തെ ഉറങ്ങിയോ? ഇന്ന് നാത്തൂൻ വരണം എന്ന് പറഞ്ഞു സഹോദരന്, അതുകൊണ്ട് പിന്നെ നേരത്തെ ഉറങ്ങി. ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലേ? ഡ്യൂട്ടിക്ക് പോകാനൊന്നും എനിക്ക് വയ്യ. പ്രതിപക്ഷത്തിന്റെ ബഹളവും പാർട്ടിയുടെ സമ്മതം, അല്ലെങ്കിൽ തന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ അവിടെ? എനിക്ക് ഈ സ്ഥാനമാനം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭരണമൊക്കെ അവരുടെ കയ്യിലില്ലേ. ഓ, അത് അവിടെയും അങ്ങനെ തന്നെ. ഭരിക്കുന്നത് നമ്മളാണെങ്കിലും അവർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റും. ഭരണപക്ഷം എന്ത് പറയുന്നു അതാണ് നമ്മളെ ചെയ്യാനുള്ള രീതി. ഇതിനൊക്കെ എന്ത് മാറ്റം വരും? മാറ്റം വരാൻ ഒരു മാറ്റം വരത്തില്ല, ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അളിയനൊക്കെ ഒന്ന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പെട്ടെന്ന് കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങ് വന്നത്. അപ്പൊ എത്തുമായിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇന്ന് പുറത്തോട്ടൊക്കെ പോകാൻ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ചേട്ടാ സുഖാണോ? കുഞ്ഞ് അകത്ത് ഉറങ്ങുന്നു. വാ. വിശേഷമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? പിന്നെ എന്തൊക്കെയുണ്ട്? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, രാഷ്ട്രീയമല്ലേ ഇത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടും കാര്യമല്ല. നമ്മളൊരു മരപ്പാവം, അവര് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. അല്ല, അത് മാത്രമാണ് മിച്ചമുള്ളത്. ആ ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം ഖജനാവിൽ 1 രൂപ പോലും ഇല്ല. അവസ്ഥ വളരെ ദയനീയമാണ്. പക്ഷെ അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കുറച്ച് ആൾക്കാർ വെറുതെ പറയുന്നതാണ്. നമുക്കൊരു അച്ചുതണ്ടുണ്ട്, ആ അച്ചുതണ്ടിൽ കറങ്ങിയാലേ നമുക്ക് പാർട്ടി വളർത്താൻ പറ്റൂ. അല്ലാതെ നമ്മൾ അത് ചുമ്മാ പറയുന്നത്. സോഷ്യൽ മീഡിയ കുറേ എണ്ണം ഇറങ്ങിയാലിയാ, ഇപ്പം ഒരുപാടെണ്ണം ഇറങ്ങിയിരിക്കുന്നു. അത് തന്നെ, അവനൊക്കെ വേറെ ഒരു ജോലിയില്ല. എന്തെങ്കിലും എടുത്ത് കാണിക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക. പിന്നെ നമുക്ക് ഒരെണ്ണം അങ്ങ് കഴിച്ചാലേ. അപ്പൊ ഞാന് ചെറുതായിട്ട് ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവളെങ്ങനെ ഇവിടെ എന്താ പരിപാടി? കൊള്ളാം. അതിനിടയ്ക്ക് ഇതൊക്കെ സെറ്റ് ആക്കിയോ? അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല. അതെ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതി അനുസരിച്ച് ജനങ്ങളെ ഉന്നമനമാണ് നമ്മളെ ലക്ഷ്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉന്നമനം. അല്ല, അത് അങ്ങനെ പറ്റൂ. അത് അളിയൻ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ നടക്കും. നമ്മളെ ഇതല്ലേ. ഇല്ല, നമ്മളുടെ ഒരു മരപ്പാവല്ലേ. മേഡം പറഞ്ഞുതരും. എന്നാലും നമുക്ക് നമ്മളെ കലാപരിപാടിയിലോട്ട് തുടങ്ങാം. കുറച്ച് ടച്ചിങ്സ് കിട്ടിയെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഞാൻ പോയി ടച്ചിങ്സ് എടുത്തോണ്ട് വരാം. നാത്തൂനോട് ഇരിക്കും. വേണ്ട, ഞാൻ പോയി എടുക്കാം. വിശേഷം ഒന്നും പ്രത്യേകിച്ച് അളിയ, വിശേഷമൊക്കെ 2 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പൊ നമുക്ക് കുറച്ചു നേരം രാഷ്ട്രീയം വേണ്ട, നമ്മളേതായ അത് തന്നെ. അതെ, ഇന്ന് ഫുൾ എൻജോയ്മെന്റ്. അത് പോട്ടെ, 2 ക്ലാസ് എടുക്കണോ 4 ക്ലാസ് എടുക്കണോ? എനിക്ക് നാത്തൂന് വേണോ? പിന്നെ ആയിക്കോട്ടെ. ശരി, എൻജോയ്മെന്റ് അല്ലേ. ഞാൻ എന്ത് പറഞ്ഞു? അതെ, അല്ലെ ഒരെണ്ണേ ഉള്ള അതോ ഇത് തീരട്ടെ. അല്ലേ? എന്നാലും ഇപ്പോഴേ കരളുകൾ പോണ്ട, കുറച്ചൊഴിക്കാം. നമുക്ക് എന്തായാലും വെള്ളം മതിയല്ലോ. വെള്ളം മതി, എല്ലാവർക്കും ഒരുപോലെ ഇരിക്കട്ടെ. അളിയനും കണ്ട എപ്പോഴും അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞു വെച്ചിരുന്നെല്ലാം സെറ്റ് ആക്കിയിരുന്നു.
അങ്ങനെയൊന്നുമില്ല. നമ്മൾ തങ്ങളിൽ വല്ലപ്പോഴാണ് കാണുന്നത്. കാണുന്ന സമയം എപ്പോഴും അല്ലേ അളിയാ? അതെ. എന്ത് വേണം? സോഡ ഒഴിക്കണോ വെള്ളം ഒഴിക്കണോ? നിങ്ങളെ ചോയ്സ്. വെള്ളം മതി. നമ്മളായിട്ട് എടുത്തു തരുന്നത് ശരിയല്ല, നിങ്ങൾ തന്നെ എടുത്ത് കുടിക്കുക. അതെ, അതാണ് അതിന്റെ രീതി. ഓക്കേ, ചീസ് അടിക്കണല്ലേ? നമുക്ക് എങ്ങനെ യാത്ര? നമ്മുടെ വണ്ടി എടുക്കണോ അതോ ഔദ്യോഗിക വണ്ടിയിലാണോ പോകുന്നത്? എന്റെ വണ്ടിയിൽ പോവാമോ? നമ്മുടെ വണ്ടിയിൽ പോവാം. അതെ, ചേട്ടന്റെ വണ്ടി തന്നെ പോവാം. ഒന്നാമത് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മളൊന്ന് തിരിഞ്ഞു നിന്നാൽ മതി, സോഷ്യൽ മീഡിയക്കാരൻ അപ്പോഴേ എടുത്ത് അതിനെ വാർത്തയാക്കും. അതുകൊണ്ട് അളിയൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അന്നേരം എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഓഫീസിൽ പോയപ്പോ തന്നെ കണ്ടില്ലേ സോഷ്യൽ മീഡിയക്കാർ അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അതെ, എന്തെല്ലാം വിഷയമൊന്നും ഉണ്ടായിരുന്നു. കൊച്ചിനെ നമുക്ക് രാഷ്ട്രീയം കൂടി പോയ 1-2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം MLA ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ കൊച്ചിനെ വളർത്തണ്ടേ? അതെ, എന്തായാലും നമുക്ക് ശരി ശരി എങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള ഒരു പിന്നെ പെട്ടെന്നാവട്ടെ. എന്ത് പറ്റി? ആരും ടച്ചസ് ഒന്നും എടുത്തില്ല? എന്തായാലും അവർ രണ്ടുപേരും ഒരു ഉന്മേഷവതികളായല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കേരളം ചുരുട്ടിക്കുട്ടി കൈ കൊടുത്താൽ പോലും മേയറെ കയ്യിലിരിക്കും അല്ലേ? എന്തായാലും അതിന്റെ ഒരു ഗുണമുണ്ട് ഈ ഒരു ഐറ്റത്തിന് അല്ലേ? അത് സ്ഥാനമൊക്കെ അല്ലയോ? സാധാരണ പോലെ ഇരിക്കാൻ പറ്റൂ. ഞാൻ മേയറല്ലേ? മേയറാണെങ്കിലും ഭരണം നമ്മളിലാണോ? അത് ശരിയാ. പാർട്ടി പറയും, നമ്മള് അനുസരിക്കും. അത് കേൾക്കും. നമുക്ക് രാഷ്ട്രീയം ഇന്നിപ്പോ രാഷ്ട്രീയം വേണ്ട, നമുക്ക് പോവാനുള്ളൊരു ഇറങ്ങാല്ലേ? ഇപ്പഴും ഇറങ്ങിയാലേ നേരത്തെ അങ്ങ് എത്തത്തുള്ളൂ. അത് എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമൊക്കെ? ചെയ്യാനും പറയും. ഇതാണ് ഇവിടത്തെ രീതി. എന്തെന്നും പറഞ്ഞ് ഇട്ട് വെച്ച് ഭരിക്കും. ഖജനാവില് പൈസ ഇല്ല, ആകെ ദാരിദ്ര്യമാണല്ലേ? അതെ, എന്ത് ചെയ്യാൻ? അതായത് ഭരണപക്ഷം, അതായത് മന്ത്രിമാരെന്ത് പറയുന്നു അല്ലെങ്കിൽ പാർട്ടി എന്ത് പറയുന്നു, ആ രീതിയിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പാർട്ടിയുടെ കടിഞ്ഞാണുണ്ട് എല്ലാവരുടെ കയ്യിലും, അതേ ഉള്ളൂ. നമ്മളെല്ലാം അതിലെ ഒരു റബ്ബർ സ്റ്റാമ്പ്, ചുരുക്കി പറഞ്ഞാലും ഒരു കളിപ്പാവ, ആ ഒരു രീതിയാണ് ഉള്ളത്. ഒന്നും പറയണ്ട, നിങ്ങളുടെ കാര്യം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഉള്ള നമ്മളെ ജനങ്ങളായ അവർക്ക് ഒന്ന് പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു രീതിയാണ്. മേടിക്കുന്നത് മേടെ ചോദിക്കും അതിന്റെ കൂടുതലായിട്ട്. ആകെ ഒരു മൊത്തത്തിൽ പരാതിയുണ്ട് നമ്മളെ ഭരണത്തെക്കുറിച്ച്. പരാതിയുണ്ട്, ശരിയാണ്. പക്ഷെ ഖജനാവിന് പൈസ വേണ്ടേ? ഞങ്ങൾ എനിക്കൊന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ശല്യം ഇതൊക്കെ. അത് വേറെ പാർട്ടിയുടെ ശക്തമായ ഒരു ഇടപെടലുണ്ടല്ലോ അല്ലേ? അതെ 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 അതെ, പാർട്ടിക്കാരുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടെന്നാണ് മൊത്തത്തിൽ നാട്ടിലൊക്കെ പറഞ്ഞേക്കുന്നത്. തന്നെ അല്ല, പാർട്ടിക്കാർ ആ ഒരു രീതി, അതായത് പാർട്ടി എന്ത് പറയുന്നോ അത് കളിപ്പാവയാണ് നമ്മള്. എങ്കിലും അധികാരം നല്ല ലെവലിൽ കൊണ്ടുപോകണ്ടേ? നമ്മള് കൊണ്ടുപോകണം. പക്ഷെ നമ്മൾ എന്തെടുത്ത് ചെയ്യും? നമ്മളെ തന്നെ വീടിന്റെ പണി പകുതിയോളം അവിടെ തന്നെ കിടക്കേണ്ടത്. അതിനെ ആര് തീർക്കും എന്നുള്ള ടെൻഷനിലാണ് നമുക്ക് ഇന്നത്തെ അവസരമൊന്നുമില്ല. നമുക്ക് നമ്മൾ അവിടെ നിന്ന് 2 കഴിച്ചിട്ട് ഇറങ്ങിയ നമുക്ക് നല്ല ആഹാരം കഴിക്കണം, ഭക്ഷണം കഴിക്കാൻ നമുക്ക് എവിടെയെങ്കിലും പോവാം. നമ്മൾ സാധാരണ മറ്റേ മട്ടൻ കറി കഴിക്കുന്ന ഒരു കടയില്ലേ, അങ്ങോട്ടേക്ക് വിട്ടാലോ? നാത്തൂൻ എന്ത് പറയുന്നു? കഴിക്കാം, അവിടെ പോവാം. മട്ടൻ കറി എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇവിടെ പോവാം. നമ്മളെ കിഴക്കേക്കോട്ടെ ഒരു കട ഉണ്ട്,
നല്ല നല്ല ആഹാരം കിട്ടുന്ന അവിടെ പോയാലോ നമുക്ക്? ഓക്കെ, ഇവ നമുക്ക് സൈഡ് വരുന്നില്ലല്ലേ? അല്ല അവനെ കയറാം, നമുക്ക് ചേസ് ചെയ്യാം. അത് തന്നെ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കാം. ചേസ് ചെയ്ത് പിടിക്കാം നമുക്ക് അവനെ. ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ, ഞാനും കണ്ടു. എന്തോ ആക്ഷൻ കാണിച്ചോ? ചേട്ടാ അവനെ പിടിക്കാം. നേരത്തെ ഇങ്ങനെ കാണിച്ചു. അല്ല അവനെ പിടിക്കാം, അവനെ പിടിക്കാം. അവൻ അറിഞ്ഞൂടാ കേട്ടാ. അല്ല നേരത്തെ കാണിച്ചു ആക്ഷൻ. ഓ ചേസ് ചെയ്ത് നമ്മള് പോയപ്പോഴേ എന്തോ ആക്ഷൻ കാണിച്ചു. നിങ്ങൾ എന്ത് ആക്ഷനാ കാണിച്ചത് ചേട്ടാ? എന്ത് ആക്ഷനാ കാണിച്ചത്? ഇങ്ങനെ കാണിച്ചേക്കണം, ഇങ്ങനെ അവനെന്തോ അഹങ്കാരമാ. അല്ല അവനെ വിടരുത്, അളിയ അവനെ വിടരുത്. എന്തായാലും നമ്മൾ മേലെ കുഴപ്പമാണ്, മേലാണ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളത്. മാത്തൂന് എന്ത് ചെയ്യാൻ പറ്റും? മാത്തു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേയർ അതിനെ ഊർജിതമായിട്ട് എടുക്കണം. നമ്മളെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. മേയറിന്റെ കഴിവ് വരാണത്. അങ്ങനെ വിലയിരുത്തുള്ളൂ. ഇങ്ങനെയുള്ളവരെ ഇവിടെ വിട്ടൂടാ. ഞാൻ ആരാണെന്ന് അവൻ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കണം നമ്മൾ ആരാണെന്നുള്ളത്. വേഗം പോ. അല്ല അവനെ വിടരുത്. അവനെ വിട്ടാ പിന്നെ നമ്മൾ എന്തിനു ജീവിച്ചിരിക്കണം? അവനെ വിടരുത്. അവനെ പിടിക്കാം. അത് തന്നെ, ഇങ്ങനെയുള്ള മനസ്സിലാക്കണം. അവന്റെ അഹങ്കാരം കണ്ടില്ലേ നാത്തൂനെ? അല്ല ഇതെല്ലാം മേയറെ കുറ്റം പറഞ്ഞാൽ മതി. മേയറല്ല ഈ കാര്യം ചെയ്യാനുള്ളത്. തലസ്ഥാനത്തെ മേയർക്കെതിരെയാണ് അതൊക്കെ വരിക പരാതി. അല്ലെങ്കിൽ വണ്ടിയിൽ ഇരിക്കുന്ന മേയറാണ്, MLA ആണെന്നുള്ള ചിന്ത അവന് വന്നില്ല. അവനെ പിടിക്കുക. നമ്മൾ ആരും നേരെ അറിയണമല്ലോ. നമ്മൾ ആരാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്നത് അറിയണ്ടേ? എനിക്കെന്ത് ഹലോ ഹലോ, പോലീസ് കമ്മീഷണറല്ലേ? ഇവിടെ അപകടകരമായ രീതിയിൽ ഒരു ബസ് ഓടിച്ച് ഞാൻ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഉടനെ അവനെ അറസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എപ്പോ അറസ്റ്റ് ചെയ്യും? എന്തോ കാണിക്കുന്നത്? ഈ കാണിച്ചത് ശരിയല്ല കേട്ടോ. വന്ന പരിപാടിയായിപ്പോയി. നീ ചെവി കൊള്ളിക്കോ. ഓൾറെഡി ലേറ്റ് ചെയ്യണം. അറിയാതെ ഞങ്ങളായിരുന്നു. എനിക്കെന്ത് നിങ്ങൾ ആരായിരുന്ന? എനിക്കെന്ത് നിങ്ങൾ ആരായിരുന്ന? സംഭവം ഒരു വല്ലാത്തതായിപ്പോയി കേട്ടോ. എന്തൊരു അഹങ്കാരം അവന് കണ്ടില്ലേ? അഹങ്കാരമാണെങ്കിൽ നമ്മൾ കുറച്ച് സൈലന്റ് ആവാനുള്ളതായിരുന്നു. എത്രയാണ് പറഞ്ഞ സൈലന്റ് ആവണേ? ചേട്ടൻ കണ്ടതല്ലേ? ഒരു സ്ത്രീകളോട് പെരുമാറേണ്ട ഒരു മര്യാദയിലല്ല വിളിച്ചത്. എന്നാലും നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ പദവി നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അല്ല, അവരങ്ങനെ പ്രതികരിച്ചിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പ്രതികരിച്ച? അയാൾ അത്രയും മോശമായിട്ട് സംസാരിച്ചോണ്ടല്ലേ? ഇല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതായിരുന്നു. നമുക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്, അതാണ് അവിടെ ഇല്ലാതാവുന്നത്. അല്ല, ഇപ്പോഴത്തെ ബസ്സിലൊക്കെ ഈ GPS സംവിധാനവും ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ
ഭരണത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് തന്നെ വിനയായിട്ട് വരുമെന്നൊന്ന് സൂക്ഷിക്കണം. അല്ല, അകത്താകെ 4 പേരേ ഉള്ളായിരുന്നു. അവർക്കുള്ളത് ഞാൻ ഓൾറെഡി അവര് പറഞ്ഞ് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യം, ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതിനകത്ത് നമ്മളെ വിഷ്വൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരു 3 ക്യാമറ എന്തോ ബസ്സിനകത്തുണ്ട്, ക്യാമറ ഉണ്ട്. നമ്മളെ പരിഷ്കരണത്തില് 3 ക്യാമറ എന്തോ പറ്റിയതായിട്ടുണ്ട്. ഡ്രൈവറിന്റെ സൈഡ് ഉണ്ട് ഒരു ക്യാമറ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ വളർന്നിട്ടില്ല ഇതുവരെ, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാ ഞാൻ പറയണത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റണം, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ചെയ്യണം. യൂണിയൻ നേതാക്കളൊന്ന് വിളിച്ചു നോക്കട്ടെ, നേതാക്കളായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് എന്നോട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നേരത്തെ മേയർ സൂചിപ്പിച്ചതുപോലെ ഭാവിയെ ബാധിക്കും, അത് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. അതിനൊരു നടപടി എന്തായാലും എടുക്കാതിരുന്നാ പറ്റൂല. സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവര് ഞാൻ പറയുന്നത് പോലെ ചെയ്തോളൂ. അത് ഞാൻ പ്രോബ്ലം. അപ്പോഴാ സ്ഥലത്ത് വിളിച്ചായിരുന്നു അല്ലേ? വിളിച്ചായിരുന്നു, ഓൺ ദ സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അവനെ അറസ്റ്റ് ചെയ്തു. അതും കൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ പ്രശ്നമില്ല. അതിനുള്ള സജ്ജീകരണം എന്താന്ന് വെച്ചാൽ ചെയ്യണം. അതിനുള്ള ഒരു കാര്യം ഞാൻ അതിനുള്ള കറക്റ്റ് ചെയ്ത് തരാം. ഹലോ ഹലോ, ആരാ? ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്താ ഞാൻ വിളിച്ചതേ, നമ്മളെ ഈ മേയർ വിഷയം ഒന്ന് തീർക്കാൻ പറ്റൂലേ? അതെങ്ങനെയാ തീർക്കണ്ടേ? അവർക്ക് രാഷ്ട്രീയ ഭാവിയുള്ള 2 പേരാണ്. അവരെയാണ് നീ ഇപ്പൊ ഈ രീതിയൊക്കെ നീ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിനക്കതിന് എന്താണോ പൈസയാണോ ആവശ്യമെങ്കിൽ ഞങ്ങൾ അതിനുള്ളൊരു നടപടി ചെയ്യും. എനിക്കൊന്ന് ആലോചിക്കണം. അല്ല നീ അത് നല്ലതുപോലെ ആലോചിച്ച് അതിനൊരു തീരുമാനം അത് കളയാവുന്നുള്ള കേസേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വലിയ കാര്യമുള്ളതല്ല. നിനക്ക് തന്നെ അറിയാമല്ലോ. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ആൾക്കാരുടെയൊക്കെ ഒന്ന് ചോദിക്കണം. അറിയിച്ചാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റൂ. എന്തായാലും എനിക്കൊരു 7 മണിക്കകത്ത് അതിനുള്ളൊരു മറുപടി കിട്ടുമോ? അപ്പോൾ നോക്കാം. ഞാൻ 7 മണിയാകുമ്പോൾ മധുവിനെ വിളിക്കാം. ശരി. മക്കളെന്തൊരു കഴിച്ച്? ചോറ് കഴിച്ചാ? പിന്നെ ഇന്ന് കളിക്കാനൊന്നും ഇറങ്ങിയില്ലേ മക്കള്? ഇല്ലേ? പിന്നെ പഠിച്ചാ എന്തെങ്കിലും? ഇനി ജോലിയൊന്നും കാണുമെന്ന് തോന്നുന്നില്ല മക്കളെ. ജോലിക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹലോ മധു, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്റെ ജോലി പോയാലും ഞാൻ റോട്ടിലിറങ്ങി തെണ്ടിയാലും എന്റെ കൂട്ടുകാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂ. മധു, ഒന്നും കൂടെ മധു ആലോചിക്കണം. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു അതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയൂ. എന്നെ ഇതിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവര് പറയും പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. അപ്പൊ നിന്റെ മകൾക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാവുന്നത് നീ സഹിക്കേണ്ടി വരും. അച്ഛനോട് പറ ഇതൊക്കെ നിർത്താൻ. അച്ഛനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അച്ഛന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ട്, അവര് പറയുന്നതേ അച്ഛൻ കേൾക്കും. അച്ഛാമ്മ, അവര് വലിയവരാണ്, നമ്മളെ അച്ഛനെയൊക്കെ കൊല്ലും.